എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ച ഒരാളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണണമെന്നില്ല. അതിലപ്പുറം വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, വിജയിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ വിജയിച്ച എല്ലാ ആളുകളെയും എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരിലൊക്കെ ആ വിജയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പൊതു സ്വഭാവം കണ്ടെത്താൻ പറ്റും. ഒരു വിജയവും ജീവിതത്തിൽ വെറുതെ സംഭവിക്കുന്നതല്ല. ഏതൊരു കാര്യവും അതിനടിസ്ഥാനപരമായിട്ടുള്ള ചില ഘടകങ്ങൾ കൂടിച്ചേരുമ്പോൾ സംഭവിക്കുന്നതാണ്. അപ്പൊ നമ്മൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ആ പൊതു ഗുണങ്ങൾ, സ്വഭാവ ഗുണങ്ങൾ നമ്മളിൽ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ മാത്രമാണ് ശരിക്കും നമ്മൾ ജീവിതത്തിൽ വിജയിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ അതുമായി ബന്ധപ്പെട്ട 8 കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിനു മുമ്പ്, ഈ 8 കാര്യങ്ങളും പറയുന്നതിന് മുമ്പ് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ശരിക്കും ജീവിത വിജയം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ശരിക്കും എന്താണ് വിജയം? നമ്മൾ വിചാരിക്കുന്നത് എടുത്താൽ തീരാതെ സാമ്പത്തിക ചുറ്റുപാടുകളും എല്ലാ സൗകര്യങ്ങളോടുകൂടി ജീവിക്കാനുള്ള ഒരു അവസ്ഥയും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ഒരാൾ ജീവിതത്തിൽ വിജയിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ കാര്യം, ഒരു മനുഷ്യന്റെ ജീവിത വിജയം എന്ന് പറയുന്നത് അയാളുടെ സന്തോഷങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നിങ്ങൾ ജീവിതത്തിൽ എത്രത്തോളം സന്തോഷങ്ങൾ കണ്ടെത്തുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ വിജയത്തിന്റെ അടിസ്ഥാനപരമായ കാര്യം. അതിലപ്പുറം നിങ്ങൾ നേടുന്നതൊക്കെ അതിൻ്റെ ഒരു ഭംഗി, അതിൻ്റെ ഒരു പൊലിമ എന്നതിനപ്പുറം വലിയ പ്രസക്തിയൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് സന്തോഷങ്ങൾ കണ്ടെത്താൻ നിങ്ങൾ എന്തൊക്കെയാണ് ജീവിതത്തിൽ ചെയ്യേണ്ടത്? അതാണ് വിജയം എന്ന അടിസ്ഥാന തത്വത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. ആ സന്തോഷത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് പോയിന്റിലേക്ക് വരാം. ജീവിതത്തിൽ വിജയിച്ച ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മളിൽ പല ആളുകൾക്കും കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യമില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആരായിത്തീരണം, ഞാൻ എവിടെ എത്തിച്ചേരണം എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തത, ഒരു ക്ലാരിറ്റി ഇല്ല എന്ന് കാണാൻ പറ്റും. സ്വയം ഒരു ആത്മപരിശോധന നടത്തുക. ഞാൻ ആരായിത്തീരാനാണ് ആഗ്രഹിക്കുന്നത്, ഞാൻ എവിടെ എത്തിച്ചേരാം, എൻ്റെ ലൈഫ് എവിടെ എത്തിച്ചേരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് വ്യക്തതയുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ ഒരു ലക്ഷ്യബോധം ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ വിജയത്തിന്റെ ട്രാക്കിലേക്ക് തന്നെയാണ് എന്നുള്ളതാണ്. പക്ഷേ അതില്ലെങ്കിൽ ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യം കണ്ടെത്തുക. ഒരു കാര്യം മനസ്സിലാക്കുക, ലക്ഷ്യമുള്ള എല്ലാവരും ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ജീവിതത്തിൽ വിജയിച്ച ഏതൊരു മനുഷ്യനെ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലും അയാൾക്ക് ലക്ഷ്യമുണ്ടായിരുന്നു. അതാണ് അതിന്റെ കാര്യമെന്ന് പറയുന്നത്. നമ്മൾ ഒരു യാത്ര പോവാണ്. എവിടെയാണ് പോവേണ്ടത് എന്നുള്ളതിന് നല്ല ക്ലാരിറ്റി ഉണ്ട്. ഇപ്പം ഞാൻ കുറച്ച് ദിവസം മുമ്പ് 2 യാത്രകൾ ഞാൻ ചെയ്തിട്ട് വന്നതാണ്. ഒന്ന് കൂർഗിലേക്കും മറ്റൊന്ന് കൊടൈക്കനാലിലേക്കും. ഈ 2 സ്ഥലങ്ങളിലേക്കും എനിക്ക് ലക്ഷ്യമുണ്ടായിരുന്നു, അവിടെയാണ് എത്തിച്ചേരേണ്ടതെന്ന്. പക്ഷേ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുമ്പോൾ അതിനേക്കാൾ മനോഹരമാവുന്നത് പലപ്പോഴും ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിനിടയിലുള്ള ആ യാത്രയുണ്ടല്ലോ, അതാണ് കുറെ കൂടി നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കുന്നതെന്ന് കാണാൻ പറ്റും. ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവിടെ അത് പൂർത്തിയായി. പക്ഷെ ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ആസ്വദിക്കാൻ പറ്റുമ്പോൾ എത്ര മനോഹരമായിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ ആ നിമിഷങ്ങൾ. ഇവിടെയാണ് ലക്ഷ്യങ്ങളുടെ പ്രസക്തി എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്മൾ കാണുന്ന ലക്ഷ്യങ്ങൾ അത് യാഥാർത്ഥ്യമാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാൽ ആ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മേഖലയോ കാര്യമോ ആയിരിക്കും, അല്ലെ? നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ലക്ഷ്യമായി മാറുന്നത്. അപ്പോൾ ആ ആഗ്രഹങ്ങളിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മളത് ഒരുപാട് സന്തോഷത്തോടു കൂടി ചെയ്യുന്നൊരു കാര്യമാണ്, ആസ്വദിച്ച് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ലക്ഷ്യത്തിലേക്കുള്ള ആ യാത്ര നമ്മൾ ശരിക്കും ആസ്വദിക്കുന്നുണ്ട്. അവിടെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? സന്തോഷങ്ങൾ കിട്ടുന്നുണ്ട്. ജീവിതം കുറെ കൂടി അർത്ഥപൂർണമാകുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും എന്തുണ്ടാവണം? നല്ല വ്യക്തമായ ഒരു ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് പരാജയങ്ങളും സംഭവിക്കും. പലപ്പോഴും നമുക്കൊരു പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് എക്സ്ക്യൂസുകൾ കണ്ടെത്തും, അല്ലേ? അതിന്റെ ഉത്തരവാദിത്വം നമ്മൾ പല ആളുകളിലേക്കും പഴിചാരും. എന്നാൽ വിജയിക്കുന്ന ഒരാൾ, വിജയിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ, വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഒരിക്കലും ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളോ പരാജയങ്ങളോ മറ്റുള്ളവരിലേക്ക് പഴിചാരില്ല. അത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന രീതിയിൽ കാണും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതാദ്യം മാറ്റുക. നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന പരാജയങ്ങളും
നിങ്ങൾ സ്വയം ഏറ്റെടുക്കുക, നിങ്ങളുടെ ഉത്തരവാദിത്തമായിട്ട് നിങ്ങൾ കാണുക എന്നുള്ളതാണ് നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുവാനുള്ള ഏറ്റവും നല്ല വഴി. അതല്ല എക്സ്ക്യൂസുകളാണ് നിങ്ങൾ കണ്ടെത്തുന്നതെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ജീവിതത്തിൽ സക്സസ് ആകാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരാജയങ്ങളും മറ്റുള്ളവരിലേക്ക് പഴിച്ചാരാവാതെ, എക്സ്ക്യൂസ് പറയാതെ അത് നിങ്ങൾ ഏറ്റെടുക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ ഏറ്റെടുക്കുക. അത് എൻ്റെ പ്രശ്നം കൊണ്ടാണ് സംഭവിച്ചതെന്ന രീതിയിൽ നിങ്ങൾ അത് ഉൾക്കൊള്ളാൻ ശീലിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത് നിങ്ങളോട് പറയാനുള്ളത്, ജീവിതത്തിൽ ഡിസിപ്ലിൻ ഉണ്ടാവണം. എന്താണ് ഡിസിപ്ലിൻ? അച്ചടക്കം എന്ന് പറയുന്നത് അത് വളരെ വൈഡായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഒറ്റ വാക്കിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നതും രാത്രി ഉറങ്ങുന്നതും കൃത്യസമയത്താണെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഒരു ഡിസിപ്ലിൻ, ആ ഒരു കാര്യത്തിന് ഡിസിപ്ലിൻ ഉണ്ട് എന്ന് പറയാം. നമ്മൾ എല്ലാ ദിവസവും ഒരേ നേരം ഭക്ഷണം കഴിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഒരു അച്ചടക്കമുണ്ട് എന്ന് പറയാം. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഇന്ന് ചെയ്ത് പൂർത്തിയാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു അച്ചടക്കമുണ്ട് എന്ന് പറയാം. ഇപ്പോൾ സ്കൂളിൽ കുട്ടികൾ ക്ലാസ്സിലിരിക്കുമ്പോൾ നല്ല അച്ചടക്കത്തോടെ ഇരിക്കണമെന്നാണ് അല്ലേ? എന്തുകൊണ്ടാണ്? കോൺസെൻട്രേഷൻ ആവശ്യമാണ് പഠനത്തിന്. എന്നാൽ കുട്ടികൾക്ക് മാത്രമല്ല, അധ്യാപകർക്ക് ഡിസിപ്ലിൻ ആവശ്യമില്ലേ? അവരെ എങ്ങനെയെങ്കിലും പഠിച്ചിട്ട് പോയാൽ മതിയാവും. അച്ചടക്കത്തോടു കൂടി പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട്? അധ്യാപകർക്കുണ്ട്. ഇനി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാലോ, രാവിലെ നമ്മുടെ പാർട്ട്ണർ നല്ല തിരക്കിലായിരിക്കും അല്ലെ? ഇപ്പോ പാർട്ട്ണർ ഹൗസ് വൈഫാണ്, നമ്മൾ ജോലി ചെയ്യുന്നു എന്നതാണെങ്കിൽ മക്കളെ സ്കൂളിലേക്ക് വിടാനുണ്ട്, നമ്മളെ ജോലിക്ക് വിടാനുണ്ട്, വീട്ടിൽ പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. അപ്പോ ഇത് കൃത്യമായി അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? രാവിലെ എഴുന്നേറ്റ് അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരടുക്കും ചിട്ടയുമുണ്ട്. എന്ന് വെച്ചാൽ ഒരച്ചടക്കം ഉണ്ട് എന്നുള്ളതാണ് അല്ലെ? കൃത്യമായ സമയത്ത് അവർക്കറിയാം എന്തെല്ലാം കാര്യങ്ങൾ അതിൻ്റെതായ രീതിയിൽ ചെയ്യുമ്പോൾ അവർ കൃത്യമായി പൂർത്തിയാക്കാൻ സാധിക്കുക എന്ന നല്ല ധാരണയുണ്ട്. അതറിയാതെ ഒരാളെ സംബന്ധിച്ച് എപ്പോഴും ഒച്ചപ്പാടും ബഹളവുമായിരിക്കും ആ വീട്ടിൽ അല്ലെ? അപ്പോ ജീവിതത്തിൽ ഏതൊരു കാര്യം നോക്കിക്കഴിഞ്ഞാലും നമുക്ക് എന്തുണ്ടാവണം? ഒരു അച്ചടക്കം കണ്ടെത്താൻ പറ്റണം. നിങ്ങൾ PSCക്കൊക്കെ പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഏത് സമയത്ത് പഠിക്കണം, എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ളതൊക്കെ അച്ചടക്കത്തിന്റെ ഭാഗമാണ്. അതൊന്നും ഇല്ലെങ്കിലോ എപ്പോഴെങ്കിലും ഒക്കെ സമയം കിട്ടുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ വായിക്കുന്നു, എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്നു, അതിന് കൃത്യമായിട്ടുള്ള ഒരു സമയമോ നേരമോ രീതിയോ ഒന്നും ഇല്ലെങ്കിൽ അത് ഡിസിപ്ലിൻ ഉള്ള ഒരാളാണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഡിസിപ്ലിൻ ഉള്ള ഒരാൾക്ക് സമയത്തെ ഏറ്റവും മനോഹരമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. സമയത്തെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞാൽ അതിന് ഏറ്റവും വലിയ ഗുണം എന്താണ്? നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പരിധി വരെയുള്ള എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും. പലപ്പോഴും നമ്മൾ പറയാറില്ലേ, ഒന്നിനും സമയം കിട്ടുന്നില്ല, ഭയങ്കര തിരക്കാണ്, ഒരു യാത്രയൊക്കെ പോകണമെന്നുണ്ട് പക്ഷെ സമയം കിട്ടുന്നില്ല എന്നുള്ളതൊക്കെ എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള ഒരു അടുക്കും ചിട്ടയും അച്ചടക്കവും ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് സമയം കണ്ടെത്താൻ പറ്റാത്തത്, അല്ലാതെ സമയം ഇല്ലാഞ്ഞിട്ടല്ല. അപ്പൊ ഇവിടെയൊക്കെയാണ് ഡിസിപ്ലിൻ എന്ന വാക്കിന്റെ ജീവിതത്തിൽ പ്രസക്തിയുള്ളത്. നമ്മളിപ്പോൾ സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ബിസിനസ് എങ്ങനെയാണ് റൺ ചെയ്യുന്നുണ്ടാവുക? അച്ചടക്കത്തോടു കൂടിയായിരിക്കും അല്ലെ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവുകയും ഓട്ടോമാറ്റിക്കലായിട്ട് ആ ബിസിനസ് പരാജയപ്പെടുകയും ചെയ്യും. അപ്പൊ ഡിസിപ്ലിൻ എന്ന വാക്കിന് ജീവിതത്തിൽ വലിയ പ്രസക്തിയുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും, ചെറുതും വലുതുമായിട്ടുള്ള ഓരോ കാര്യങ്ങളിലും ഒരച്ചടക്കം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി നാലാമത് പറയാനുള്ളത് സെൽഫ് ഡെവലപ്മെന്റ് ആണ്. നമ്മളെ ഡെവലപ്പ് ചെയ്യണം. കാലത്തിനനുസരിച്ച് നമ്മൾ മാറേണ്ടതുണ്ട്. പഴയ ചിന്താഗതികളുമായിട്ട് നമുക്ക് പുതിയ കാലത്ത് ജീവിക്കാൻ പറ്റില്ല. കാലം ഒരുപാട് മാറി. ആ കാലത്തിന്റെ വ്യത്യസ്തതകളെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. നമ്മളെന്ന വ്യക്തിത്വത്തെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അതിന് ഒരുപാട് മാർഗങ്ങളുണ്ട്. അറിവുകൾ നേടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെ? വായനയിലൂടെ നമുക്ക് ചുറ്റുമുള്ള അനുഭവങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട്, സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടൊക്കെ നമുക്ക് നമ്മളെന്ന വ്യക്തിത്വത്തെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് വളരാൻ പറ്റിയില്ലെങ്കിൽ, നമ്മുടെ ചിന്തകൾക്ക് വളരാൻ പറ്റിയില്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തികളെയും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റില്ല. നമ്മുടെ ഒരു ലക്ഷ്യങ്ങളെയും നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്.
അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. സെൽഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സ്വയം നമ്മളെ ഡെവലപ്പ് ചെയ്യുക, എല്ലാ തരത്തിലും നമ്മളെ ഡെവലപ്പ് ചെയ്യുക. നമ്മുടെ ചിന്തകൾ, നമ്മുടെ ജീവിതം, സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ, അറിവുകൾ, അങ്ങനെ എല്ലാം ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു മനുഷ്യന് വിജയിക്കാനുള്ള അത്യാവശ്യമുള്ള കാര്യമാണ്. ഇനി അഞ്ചാമത് പറയാനുള്ളത്, നമ്മളെപ്പോഴും വ്യത്യസ്തമായി ചിന്തിക്കുക എന്നുള്ളതാണ്. എല്ലാവരെയും പോലെ ചിന്തിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അല്ലെ? മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചിന്തിക്കുവാനും പുതിയൊരു ആശയത്തെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കൊണ്ടുവരാനും കഴിയുമ്പോഴാണ് നമ്മളെന്ന വ്യക്തി വ്യത്യസ്തനാവുന്നത്. ആ വ്യത്യസ്തത ഒരു മനുഷ്യ ജീവിതത്തിന്റെ വിജയത്തിന് ആവശ്യമാണ്. അല്ലെങ്കിൽ എല്ലാവരെയും പോലെ ഒരാളായിട്ട് നമ്മളിങ്ങനെ ജീവിച്ച് തീരുമെന്നുള്ളതാണ്. നിങ്ങൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുമ്പോഴും അവിടെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒരു വ്യത്യസ്തത കൊണ്ടുവരാൻ എപ്പോഴും അതിനു വേണ്ടി ചിന്തിച്ചു കൊണ്ടേയിരിക്കണം. നിങ്ങളൊരു ബിസിനസ് റൺ ചെയ്യുകയാണ്. ആ ബിസിനസ്സിൽ എപ്പോഴും ഒരു പുതുമകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി ചിന്തിച്ചു കൊണ്ടേയിരിക്കുക, പുതിയ രീതിയിൽ ചിന്തിക്കുക, പുതിയ ആശയങ്ങൾ കൊണ്ടുവരിക. അപ്പോഴല്ലേ നമ്മൾ വ്യത്യസ്തനാവുന്നതും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നതും. അതിൻ്റെ ആവശ്യകത ഒരു മനുഷ്യനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരെയും പോലെ ചിന്തിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്, വളരെ എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിച്ചുകൊണ്ട് ജീവിതത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ എപ്പോഴും കൊണ്ടുവരിക എന്ന് പറയുന്നത് ജീവിതത്തിന് തന്നെ ഒരു പുതുമ നൽകുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് എപ്പോഴും ചിന്തകളിൽ പുതുമകൾ കണ്ടെത്തുക, അത് ജീവിതത്തിന്റെ വലിയ മാറ്റങ്ങൾക്ക് വേദിയാകുമെന്ന് നമ്മൾ തിരിച്ചറിയുക. ആറാമത്തെ കാര്യം, റിസ്ക് എടുക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കുക എന്നുള്ളതാണ്. റിസ്ക് എടുക്കുവാൻ പലപ്പോഴും എല്ലാ ആളുകൾക്കും പേടിയാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ പരാജയപ്പെടുമോ എന്ന പേടിയുണ്ട്. പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിതത്തിൽ തിരിച്ചു വരാൻ പറ്റുമോ എന്ന പേടിയാണ്. നിങ്ങൾ ആലോചിക്കുക, ജീവിതം എന്ന് പറയുന്ന ഒരു ചെറിയ യാത്രയാണ്. ഈ യാത്രകൾക്കിടയിൽ നമുക്ക് റിസ്ക് എടുക്കുവാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് സക്സസ് ആകാൻ പറ്റൂ. അല്ലാതെ ഒരു റിസ്ക് എടുക്കാതെ നമ്മളിങ്ങനെ തട്ടിമുട്ടി ഒരു ഒഴുകി ഇങ്ങനെ കടന്നുപോയി കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് ഒരു പുരോഗതി ഉണ്ടാകാൻ പറ്റുക? ജീവിതത്തിൽ എപ്പോഴാണ് സന്തോഷങ്ങൾ ഉണ്ടാകുന്നത്? റിസ്ക് എടുക്കുമ്പോൾ മാത്രമാണ്, അല്ലെ? നിങ്ങൾ ഏത് കാര്യം എടുത്ത് പരിശോധിച്ച് നോക്കി കഴിഞ്ഞാലും നിങ്ങൾക്കത് കാണാൻ പറ്റും. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം, രസകരമായിട്ടുള്ള ഒരു ഉദാഹരണം. നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ ടൗൺ ഏരിയകളിലൊക്കെ ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഫെയർ ഒക്കെ നടക്കും, അല്ലെ? ആ സമയത്ത് ഈ ആകാശത്തൊട്ടിൽ കണ്ടിട്ടില്ലേ? പല ആളുകൾക്കും ആകാശത്തൊട്ടിൽ കയറാൻ പേടിയാണ്, അല്ലേ? എന്തുകൊണ്ടാണ്? അത് പൊട്ടി താഴെ വീഴുമോ, അല്ലെങ്കിൽ എനിക്ക് അറ്റാക്ക് വരുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു പേടി കാരണം ഇതിന്റെ മുകളിൽ കയറാൻ കഴിയാറില്ല. പക്ഷെ ആ റിസ്ക് എടുക്കുവാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ എത്ര സുന്ദരമായിട്ടുള്ള നിമിഷമായിരിക്കും, അല്ലേ? ആ ഒരു ആകാശത്തൊട്ടിൽ കുറച്ച് സമയം ഇങ്ങനെ കറങ്ങി നടക്കുക എന്ന് പറയുന്നത്. കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാവും, പേടിയൊക്കെ ഉണ്ടാവും, അല്ലേ? നമ്മുടെ വയറിനുള്ളതൊക്കെ ഇങ്ങനെ പല കാര്യങ്ങളും പുറത്തേക്കൊക്കെ വരും. പക്ഷെ അത് ആസ്വദിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ആ റിസ്ക് നമുക്ക് ഏറ്റെടുക്കാൻ പറ്റണം. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവണമെങ്കിൽ, സക്സസ് ഉണ്ടാവണമെങ്കിൽ, സന്തോഷങ്ങൾ ഉണ്ടാവണമെങ്കിൽ റിസ്ക് എടുക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം. ഏത് കാര്യവും അങ്ങനെ തന്നെയാണ്. റിസ്ക് എടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പുതിയൊരു കാര്യം നമ്മൾ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി നമ്മളൊരു പുതിയ കാര്യം ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഇത് റിസ്ക് തന്നെയാണ്. ഒരുപക്ഷെ പരാജയപ്പെട്ടേക്കാം, പക്ഷെ ആ റിസ്ക് ഏറ്റെടുക്കാതെ നമുക്ക് എങ്ങനെയാണ് ജീവിതത്തിൽ ഒരു പുതിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റുക? പല ആളുകൾക്കുള്ള പ്രശ്നം ഈ റിസ്ക് എടുക്കാനുള്ള ധൈര്യമില്ലായ്മയാണ്. നല്ല ഐഡിയ ഉണ്ട്, നല്ല കഴിവുണ്ട്, അതിനുള്ള അവസരങ്ങളുണ്ട്, സാധ്യതകളുണ്ട്, പക്ഷേ അതിലേക്ക് ഇറങ്ങാനുള്ള ധൈര്യമില്ല, ആ റിസ്ക് ഏറ്റെടുക്കാനുള്ള ധൈര്യമില്ല. ജീവിതത്തിൽ ഒരാൾക്കും ഒരു കാലത്തും റിസ്ക് എടുക്കാതെ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റില്ല എന്ന് സ്വയം തിരിച്ചറിയും. അതുകൊണ്ട് ജീവിതത്തിൽ വിജയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ റിസ്ക് എടുക്കുക എന്നല്ലാതെ ഓരോ ഓപ്ഷനും അതിലില്ല. ആ റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് ആ റിസ്ക് ആസ്വദിക്കുവാൻ നമുക്ക് സാധിക്കണം. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെ? നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ ഇറങ്ങുകയാണ്, ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം, അതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷേ ആ പരാജയങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോഴും അതിനെ മറികടന്നുകൊണ്ട് വീണ്ടും വീണ്ടും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ റിസ്ക് എടുക്കാനുള്ള ഒരു മെന്റാലിറ്റി നമ്മൾ വളർത്തിയെടുക്കണം ആദ്യം. അപ്പോൾ റിസ്ക് എടുക്കാനുള്ള മെന്റാലിറ്റി ഉള്ള ഒരാളായിട്ട് നമ്മൾ വളരുക എന്ന് പറയുന്നത് ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു സ്വഭാവ സവിശേഷതയാണ്. ഇനി ഏഴാമത് പറയാനുള്ളത്, പരാജയങ്ങളിൽ നമ്മൾ പിന്തിരിഞ്ഞോടരുത് എന്നുള്ളതാണ്. ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ ഉണ്ടാകും, ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകും, ഏത് കാര്യത്തിലായാലും. എന്നാൽ പകുതിക്ക് വെച്ച് നമ്മളത് അവസാനിപ്പിച്ച് തിരിഞ്ഞു നടന്നാൽ ജീവിതത്തിൽ ഒരു കാര്യവും നമുക്ക് പൂർത്തിയാക്കാൻ പറ്റില്ല. അത് മാത്രവുമല്ല, ജീവിതത്തിൽ എന്ത് സമ്മാനിക്കും? ഒരു വലിയ നിരാശ നമുക്ക് സമ്മാനിക്കും, അല്ലെ? ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യം ചെയ്തു തുടങ്ങിയിട്ട് അത് പകുതിക്ക് വെച്ച് നിർത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന മാനസികമായ ആഘാതം എത്രത്തോളം വലുതായിരിക്കും. അത് ജീവിതത്തിന്റെ മുന്നോട്ടുള്ള മുഴുവൻ യാത്രയെയും അത് ബാധിക്കും. നമ്മൾ എന്ത് ചെയ്യണം?
പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്തിരിഞ്ഞൊടുകയല്ല, മറിച്ച് അതിനെ എങ്ങനെ മറികടക്കാം, അതിനെ മറ്റൊരു വഴിയിലൂടെ നമുക്ക് വീണ്ടും വിജയത്തിന്റെ പുതിയ ട്രാക്ക് എങ്ങനെ കണ്ടെത്താം, അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അത് ഏത് കാര്യങ്ങളിലായാലും, അത് ബന്ധങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമുണ്ടായാൽ, നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ സാമ്പത്തികമായിട്ടുള്ള മേഖലയിൽ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, ചെയ്യുന്ന ജോലിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇങ്ങനെ എവിടെ ആയിക്കഴിഞ്ഞാലും ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ പിന്തിരിഞ്ഞോടുകയോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒതുങ്ങിപ്പോവുകയോ അല്ല വേണ്ടത്. അതിന് കൃത്യമായ പരിഹാരം കണ്ടെത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാനുള്ള ഒരു ആർജവം നമ്മൾ കാണിക്കേണ്ടതുണ്ട്. അങ്ങനെ കാണിക്കുന്നവർ മാത്രമേ ജീവിതത്തിൽ വിജയങ്ങൾ നേടുകയുള്ളൂ, വിജയിക്കുന്ന വ്യക്തികളായി മാറുകയുള്ളൂ. അതാണ് നിങ്ങളോട് പറയാനുള്ള 7ാമത്തെ കാര്യം. ഏറ്റവും ഒടുവിൽ നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറേ ഇഷ്ടങ്ങളുണ്ട്, കുറേ ആഗ്രഹങ്ങൾ. അവനവൻ്റെ ഇഷ്ടങ്ങളിലൂടെ ജീവിക്കാൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ്. അങ്ങനെ ഒരു ശീലം നമുക്കുണ്ടാവണം. പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റിവെക്കുന്നവരാണ്. ഒരുപാട് തിരക്കുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റിവെക്കുന്നു. ഒരുപാട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ജീവിത പ്രശ്നങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റിവെക്കുന്നു. അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ജീവിതത്തിലെ സന്തോഷങ്ങൾ കണ്ടെത്താൻ പറ്റുക? നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില ഇഷ്ടങ്ങൾ, ആ ഇഷ്ടങ്ങൾ നടപ്പിലാക്കുമ്പോൾ മാത്രമേ അവനവൻ്റെ ജീവിതത്തിൽ ഒരു സംതൃപ്തി കണ്ടെത്താൻ പറ്റുകയുള്ളൂ. നിങ്ങൾ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ യാത്രകൾക്ക് വേണ്ടി സമയവും പണവും നിങ്ങൾ കണ്ടെത്തുവാനും ചെലവഴിക്കുവാനും തയ്യാറാകണം. അതിന് എത്ര തിരക്കുണ്ടെങ്കിലും, എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും. അതുപോലെ തന്നെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ആഗ്രഹം, ഇന്ന കാര്യം ചെയ്യണം, നിങ്ങൾ ഇറങ്ങണം. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്ന് കരുതി, സാഹചര്യങ്ങളൊന്നും ശരിയായില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ആ ഇഷ്ടങ്ങൾ, ആ ആഗ്രഹങ്ങൾ നമ്മൾ മാറ്റിവെക്കരുത്. അങ്ങനെ മാറ്റിവെച്ചാൽ അത് അവിടെ കിടക്കും. ജീവിതം ഒന്നേ ഉള്ളൂ. അത് തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാനില്ല അതിൽ നിന്ന്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങൾ ഓരോ മനുഷ്യനുമുണ്ട്. ആ ഇഷ്ടങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ ഓരോ മനുഷ്യനും തയ്യാറാവുക. അപ്പോൾ മാത്രമേ അയാൾക്ക് ജീവിതത്തിൽ സംതൃപ്തിയും സന്തോഷവും കണ്ടെത്താനാവുകയുള്ളൂ. ഏതായാലും 8 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ 8 കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക, ഈ പ്രത്യേകതകളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടോ? ഉള്ള കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ശക്തിയായി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. ഇല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ച് അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ട്രാക്ക് കുറെ കൂടി മനോഹരമാക്കുക. എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കാനാവട്ടെ. മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി.